അടിപൊളി. ലീവ് കഴിഞ്ഞ് ലീവിന് ഒരു ലെറ്റർ കൂടെ ഉള്ളൂ. അവൾക്ക് അവളുടെ സ്പെല്ലിംഗ് എഴുതിയൊക്കെ നോക്കണം. നന്ദുവിന്റെ ലാസ്റ്റ് ആണോ ഒരു ഐ കിട്ടിയ നന്ദു ജയിച്ചു. ഇതാണ് ഇവളാണ് മഹാഭാരതത്തിലെ ശകുനി. താൻ ജയിച്ചില്ലെങ്കിലും മറ്റുള്ളവർ നന്ദു ജയിച്ചു. Bad people's never win. നിന്റെ ബുദ്ധി സമയം നീ ചെയ്തത് പിന്നെ എന്തായിരുന്നു? അവൾ ഐ എടുക്കാൻ വരുന്ന നേരത്തേക്ക് എടുത്തിരിക്കുക ഷട്ടിന്ന്. നല്ല ഗിഫ്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് അശ്വിൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നന്ദു ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യാണ്. നന്ദു എന്നെ കൊല്ലുമെങ്കിലും ഇതെടുക്കാം. ഇതെടുത്തപ്പോൾ നന്ദു പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നല്ല പാക്കിങ്. എനിക്ക് ആ ഒരു കളർ ഇഷ്ടമായി ആ കവറിന്റെ സിൽവർ കളർ. ചാൻസിക്ക് എപ്പോഴും അങ്ങനെയാണ്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് അങ്ങനെയുള്ള സാധനങ്ങളോട് ഒത്തിരി ആർത്തി കൂടുതലാണ്. കോപ്പറാണ് എനിക്കിഷ്ടം. ചെമ്പ്, വെറും ചെമ്പ്. അതെ, കോപ്പർ ഒരു മെറ്റലാണ്. അത് നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനത്തെ മെറ്റൽസ്, സ്റ്റോൺസ് അതൊക്കെയാണ് സാധനം വെച്ചെങ്കിൽ എന്താ പറയാ, അപ്പൊ അങ്ങനെയുള്ള കളറിൽ എന്ത് കണ്ടാലും ചാടി വീഴും. അങ്ങനെ ഒരു വെള്ളി പാത്രത്തിലുള്ള നിക്കുന്ന നിപ്പ് കണ്ടിട്ടാണ് ഞാൻ സത്യപ്പെക്കല വെളുത്തിട്ടല്ലേ വെള്ളാവി വെച്ച്. എന്നോട് പണ്ട് പറഞ്ഞായിരുന്നു ഇവൾക്ക്. ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇങ്ങനെ ബോയ്സിനെ കുറിച്ചുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ പിന്നാലെ നടക്കുന്ന ചെക്കന്മാരെ കുറിച്ച് എന്നിട്ട് ഇവിടെ എന്നോട് പറഞ്ഞത് എന്താ അറിയുക, നിങ്ങൾ കേൾക്കണം. രേവു, എനിക്കില്ല രേവു കറുത്ത് തടിച്ചിട്ടുള്ള ചെക്കന് നല്ല കൊടവേറൊക്കെ ആയിട്ട് അങ്ങനെ ചെക്കനെ രേവു എനിക്ക് ഇഷ്ടം. എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ്. ജീജുനും അറിയാം. എനിക്കിപ്പോഴും എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് ഒരു തരം എന്തോ ഇതാണ്. ഇവള് അന്ന് എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ജീവനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇവളതിന്റെ എന്നെ തല കാണുന്നുണ്ട്. ഇത് മാത്രമേ കണ്ടു. അയ്യോ, ഇത് ആരുടെ ഗിഫ്റ്റാണ് നമ്മൾ പറഞ്ഞില്ല. ഇതൊന്നും നമ്മളുടെ ഇവിടുത്തെ ഗ്രാമത്തിലെ തന്നെ അമ്മയുടെ നമ്മൾ ഇവിടെ വന്ന സമയം തൊട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെയുള്ള ആന്റീസ് എല്ലാം കൂടെ തന്നതാണ്. നമ്മളും അവരുടെ മക്കളും നമ്മളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഒരു ഫാമിലി പോലെയാണ്. ആന്റിയും കല്യാണി മാമിയും കൂടിയിട്ട് തന്നതാണ് നമുക്ക് ഈ ഗിഫ്റ്റ്. നമുക്ക് ഗിഫ്റ്റ് എന്താ നോക്കാം. ഇതെല്ലാത്തിനും വെച്ചൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതെ, വഴിയെ വരുന്നതായിരിക്കും സ്പെഷ്യൽ. ആക്ച്വലി എല്ലാ സ്പെഷ്യലാണ്. ഹായ്, നല്ല കണിയാണ് പിള്ളേര് കണി കാണിച്ചു പറഞ്ഞു. അച്ചോടാ ഞാൻ എന്റെ കൊറേ കാലത്തെ ആഗ്രഹമായിരുന്നു എന്താണ് അവനൊരു ടോയ് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അവനെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമല്ല. ലൈക്ക് നമ്മളുടെ എന്ന് പറയാൻ ഒരു ഇതുപോലത്തെ ഒരു ടോയ് അതെപ്പോഴും എനിക്ക് അവനപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ടോമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹി ലവ്സ് ജൂലി അ ലോട്ട്. നമുക്ക് അവിടെ ജൂലി ഉള്ളതുകൊണ്ട് അവനിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു വൃന്ദാന്റി, കല്യാണി മമ്മി, താങ്ക് യു സോ മച്ച്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അവള് വാങ്ങിച്ചു തന്നത്. എനിക്കറിയാം. ഹർഷി, ഇത് നന്ദുവിന്റെ ഫ്രണ്ട്. നന്ദുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോക്ലേറ്റ് അപ്പൊ ഇതെന്താന്ന് ഞാൻ പൊട്ടിക്കേണ്ടതെന്ന് അറിയാം. കുട്ടി അധികം നമുക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ട് ഓൾറെഡി നമുക്ക് സുധവല്യമ്മ അവനൊരു ഡയറിയിൽ കൊണ്ടുവന്നത് ഇപ്പൊ കാണാൻ തന്നെ ഇല്ല. ഞാനൊരു കാര്യം പറയാം. ഇവളിത് തന്നെങ്കിലും
അവള് മ്യൂസിക്കൽ ചെയറിൽ ജയിച്ചിട്ട് ഒരു പാക്കറ്റ് മഞ്ചാണ് കൊണ്ടുപോയത് വീട്ടിക്ക്. ഇതില് Oh God. guys എനിക്ക് Like, this is nice. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ hampers ഒന്നും ഇല്ല. അവിടെ വെച്ചേ. പൊട്ടിക്കരുതിട്ടോ. പൊട്ടിക്കും ഞാൻ ചെയ്യാം, അതെന്തായാലും പൊട്ടിക്കും, പൊട്ടിക്കാനുള്ളതാണല്ലോ. അവര് 3 ഡയറി മിൽക്ക് 5 സ്റ്റാർ ഇത് തന്നിട്ടാണ് അവളൊരു ബർത്ത്ഡേ മഞ്ച് വാങ്ങിച്ചിട്ട് പോയത്. അത് ഞാനാണ് ഗേസ് മ്യൂസിക്കൽ ചെയറിന് ജയിച്ചത്. പക്ഷേ അമ്മ ഓർഗനൈസിങ് ടീം, അതായത് കമ്മിറ്റി തന്നെ പരിപാടി അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞു, കമ്മിറ്റി തന്നെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ജയിച്ചപ്പോ ഇവരെല്ലാരും കൂടി അപ്പൊ എനിക്കൊന്നും ഇല്ലേ കൊടുക്ക അമ്മയെ കൊടുത്തു. Yes, ഇതാണ് guys gems. വളരെ നല്ല എന്ന് പറയുന്നത് വികാരമാണ്, വികാരം. Taste എങ്ങനെയുണ്ട് guys? നന്നായിട്ടുണ്ട്. പണ്ടത്തെ അതേ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് guys. എനിക്ക് ഒരെണ്ണം തരുമോ? എന്തെങ്കിലും എന്താ 5 സ്റ്റാർ ഇടാൻ ഓക്കെ, നമ്മളപ്പോൾ ഇത് മാറ്റിയൊക്കെയാണ്. അയ്യോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വീഡിയോ കഴിയുമ്പോഴേക്കും നന്ദിരവ് തടിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ, അടുത്ത ഇത് വിട്ടു ജംസ് വെച്ചിട്ട്. ഇത് വന്നിട്ട് ഒരു കൃഷ്ണയുടെ ഏട്ടനും ചേച്ചിയും മമ്മുവും ആദ്യം ചാൻസ് അയച്ചത് ഫ്രണ്ടിന്റെ, ചാൻസ് ഫ്രണ്ട് പറയാൻ പറ്റില്ല, ആക്ച്വലി Yes, നിശാന്തി tuition നമ്മുടെ ഒരു students. ഫാമിലി ഫ്രണ്ട് പോലെയാണ്. അവരുടെ ട്യൂഷൻ സ്റ്റുഡന്റ് ആയിരുന്നു ആക്ച്വലി ചാഞ്ചേച്ചിയുടെ ആദ്യം ചെറുപ്പം മുതൽ. സോ ആദ്യം മമ്പുവിന്റെ വകയാണ് നമ്മുടെ ഈ ഗിഫ്റ്റ്. ഞാൻ പിടിക്കട്ടെ ഇത്. എന്തോ ഹാമർ ഒക്കെ ഉണ്ട് കേട്ടോ. ഹാമർ ബോൾ. ഹാമർ ബോൾ. ഹാമർ ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. ബോളിന് വെച്ചാൽ താഴെ വീഴും. താഴെ ഇങ്ങനെ വീണ് 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 പോണം. തളർന്നതായിട്ട് എനിക്ക് ഇഷ്ടം. സമയം സെക്കൻഡ് കിട്ടണം. പ്ലീസ് നന്ദു, പ്ലീസ് ഈ വീഡിയോ എനിക്ക് ഇങ്ങനെ ഇടാനുള്ളതാണ്. പ്ലീസ് ആക്ഷൻ. എനിക്ക് actually എനിക്ക് നല്ല ഇഷ്ടമുള്ള എന്താണ് ഹാമർ ബോൾ എന്താ സാധനം? ഗെയിം. ഇതൊരു ഗെയിമാണ്, കാണുന്നുണ്ടാവും. ഇല്ല. ബോൾസ് വെച്ചിട്ടുണ്ടാവും. ഇത് അടിക്കുമ്പോൾ ഇതിലടിക്കുന്നതിന് ഇങ്ങനെ വീണ് 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 വേണം പോണം. ഇങ്ങനെ ഇവിടെ 3 ബോൾസ് ഉണ്ടല്ലോ. ഇവിടെ 3 ബോൾസ് ഉണ്ടാവും. ഇതില് നമ്മൾ വെച്ചിട്ട് ഹാമർ വെച്ച് അടിക്കണം. ഉം. അപ്പൊ ഇതിങ്ങനെ വീണ് ഇങ്ങനെ ഉരുണ്ടുപോയി ഉരുണ്ടുപോയി നമ്മൾ ഈ സ്വിങ് ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വീഴില്ലേ, ആ സാധനമാണ് ഇത്. ഇതിലൊരു Actually, hammer എനിക്ക് തോന്നുന്നു ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി 12+ മന്തിനാണ്, ആക്ച്വലി 12+ ഏജിലാണെന്ന് വിഷയം. അല്ല, കുറച്ചുകൂടി ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ്സ് റിയലി നൈസ് ആക്ച്വലി. ആക്ച്വലി ഇത് ഹാമർ പ്രാക്ടീസ് ആണ്, നമ്മൾ ആടിക്കാൻ പഠിപ്പിക്കാൻ. ആളെ അടിക്കാൻ കാണുന്നുണ്ടോ? ഇതാണ് ഗെയിം. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റ്സിനൊക്കെ സ്പെഷ്യൽ ആണത്, നല്ലൊരു ഗിഫ്റ്റ് ആണത്. ഇങ്ങനെ ഇങ്ങനെ തല്ലി പൊട്ടിക്കരുത്. കവറ് ഇങ്ങനെ വെക്ക്, കാണുന്നില്ല. ഇത് തുറക്കാണ്ട് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുക, ഇവിടെ അതിലേറെ ബോളല്ലേ പോകുന്നു വിചാരിച്ചു. ഇങ്ങനെ വെക്കുന്നു. ഇത് എടുക്കുക. 1 2 എനിക്ക് ഈ ഹാമർ ഇഷ്ടമായി. ചിലപ്പോ രാത്രി ഹാമർ നമ്മൾ ഈ ബോൾസ് വീണ്ടും കുട്ടിക്ക് വെച്ചേക്കണം. അപ്പം അങ്ങനെ അടിച്ചടിച്ച് പഠിക്കും. ഇതാണ് നല്ല നല്ല അല്ലേ? തോർ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ,
നമ്മൾ അടുത്ത ഗിഫ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് ആരുടെ വകയാണ് അറിയില്ല, നമുക്ക് ആരുടെ വകയാണെന്ന് അറിയില്ല. ഇവിടെ ഒരു കവർ ഉണ്ടായിരുന്നു, മിസ്സായിരുന്നു. ആരുടെ വകയാണ്? അല്ല, അതിന്റെ പുറത്തൊരു കല്യാണിന്റെ ഒരു കവർ ഇല്ലാത്തൊരു കളറാണ്, ഒരു സ്കൈ ബ്ലൂ എന്നുള്ളത് ലിറ്റിൽ ഇല്ലാത്തൊരു കളറാണ്. പക്ഷെ അടിപൊളി തൊപ്പി. പക്ഷെ ലിറ്റിൽ ജെ തലയിൽ ഒരു സാധനം വെക്കാനും സമയത്തില്ല. പക്ഷെ ഞാൻ സൈഡിലേക്ക് കൂടെ വേണ്ടിട്ട് ഷെഫ് ആക്ച്വലി ദിസ് വേൾഡ് അവനിടുന്നത്. അപ്പൊ ദിസ് വേൾഡ് അതാണ് അവനാണ് ഞങ്ങളുടെ ലോകം. പായചേച്ചിയുടെ വകയാണ്. പായചേച്ചി സാധ്യത ബെസ്റ്റ് 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 ഫ്രണ്ടാണ്. നമ്മൾ ഒന്നിച്ച് ആക്ച്വലി ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്. ഞങ്ങളുടെ ഒരു കൂട്ടുപരിപാടി. അവന്റെ പിറന്നാളിന് ഇതേമാതിരി സാധനം അത് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഡിഫറെന്റ് ആണ്, തീം ഡിഫറെന്റ് ആണ്. അല്ല ആക്ച്വലി ഇതേ തന്നെ കൂട്ട് ബാഗ് അതിലുണ്ടായിരുന്നു, ഇതേപോലെ തന്നെ ബാഗ്. അതേമാതിരി തന്നെയായിരുന്നു. നന്ദു കാണിക്കൂ. ഇതാണ് കൃഷ്ണ, പല്ല് കണ്ടില്ലേ? അടുത്തത് നമ്മളില്ലേ ഒരു സ്പെഷ്യൽ സാധനം ഓപ്പൺ ചെയ്യാൻ പോണത്. ഇറ്റ്സ് ഫ്രം നന്ദുന്റെ മാസി. നന്ദു മാസി അത് ഇടയിലിടയിൽ ഒരു കിട്ടാൻ പോലെ. നന്ദു മാസിന്റെ വകയാണ്. ലവ് യു ബൈ ലവ് ബൈ മാസി. അതില് എക്ക് 3 A ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം കാണണം. നിങ്ങൾ അതിന് പ്രത്യേക നോട്ട് ചെയ്യണം. പറഞ്ഞ് എഴുതിപ്പിച്ചാണ് 3 A. എന്താ കാരണം? ഞാൻ ടൈപ്പ് ചെയ്ത് മാസി അടിച്ചെടുത്ത മാസി നന്ദു കൊടുത്ത ഗിഫ്റ്റ് നന്ദുവിന് ഓപ്പൺ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഓപ്പൺ ചെയ്യണം. അപ്പൊ കഴിച്ച് നിങ്ങൾ ചോദിക്കും ഞാനൊന്നും കൊടുത്തില്ലേന്ന്. വരുന്നുണ്ട് അവരാച്ചാ. നമ്മൾ ഈ കാറിന്റെ പിന്നാലെ വെക്കില്ലേ, ബേബി ഓൺ ബോർഡ് വെക്കില്ലേ, എക്സ്ലൈറ്റ് അതിന് പകരം പ്രിൻസ് ഓൺ ബോർഡ്. നമ്മൾ കാറിന്റെ പിന്നാലെ ആ കാറിൽ ബേബീസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ നമ്മൾ വെക്കും ബേബി ഓൺ ബോർഡ്. പിന്നാലെ വരുന്ന വണ്ടിക്ക് കുറച്ചുകൂടി. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ജിനേഷേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ബേബി ഓൺ ബോർഡ് ഇത് വേണം, സ്റ്റിക്കർ വേണം. കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പിന്നാലെ ഹോൺ അടിക്കുന്ന അങ്ങനെയൊക്കെ കുട്ടികൾ എണീക്കാനും അല്ലെങ്കിൽ ഓവർ സ്പീഡ് അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇപ്പം നല്ല ഉറക്കത്തിലായിരിക്കും, പെട്ടെന്ന് പിന്നാലെ ഒരു ബസ് വന്ന് ഓണടിക്കും, അല്ലെങ്കിൽ ബസ്സുകാരിങ്ങനെ സ്പീഡിൽ. അപ്പം ഇത് വെക്കുമ്പോൾ എല്ലാവർക്കും അവർക്ക് അറിയും ഓക്കെ ആ വണ്ടിയിൽ കുട്ടിയുണ്ട്. അപ്പോൾ അത് നല്ലതാണ് എപ്പോഴും. താങ്ക് യു സോ മച്ച് നന്ദു, ദിസ് വാസ് റിയലി നീഡഡ്. താങ്ക് യു. നമ്മളുടെ നോ ബോർഡ് ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ. സ്പെഷ്യൽ നന്ദുമാസി. അടുത്തത് ശ്രീയക്കുട്ടി പാലക്കാട്. ആരാ ശ്രീയക്കുട്ടി? എന്നോട് ചോദിച്ചത് ആരാ ശ്രീയക്കുട്ടി? രഞ്ജിച്ചി ആരാന്ന് പറ. രഞ്ജു ചേച്ചി മറ്റേ ചേച്ചിയുടെ ചേച്ചിയാണ്. അല്ല, ഒരു മറ്റേ ചേച്ചിയാണ് രഞ്ജു ചേച്ചി. ജിനേഷ് ചേട്ടന്റെ അച്ഛന്, ജീജുവിന്റെ അച്ഛൻ. രഞ്ജു ചേച്ചിയുടെ അനിയത്തില്ലേ? അത് റിജി. അതല്ലേ ഞാൻ പറഞ്ഞ മറ്റേ ചേച്ചിയുടെ ചേച്ചിയാണ്. മറ്റേ ചേച്ചിയുടെ എനിക്ക് കമ്പനി. നന്ദു വന്ന് പിറന്നാളിന് വന്നപ്പോ റിജി ആയിട്ട്. അല്ല, ഓൾറെഡി ഞാൻ നല്ല കമ്പനിയാണ്, പട്ട ഫ്രണ്ട്സ് ആണ്. ഞാനും ആണ്ടിലും അമ്മാശിക്കായി കാണുന്നു. അപ്പൊ ഫ്രം
അപ്പൊ ശ്രീയക്കുട്ടി എന്ന് പറയുന്നത് കിസ്നുവിന്റെ ചേച്ചിയാണ്. എന്റെ ചേച്ചി. അതെ, നമ്മൾ കസിൻസ് ആണ്. നമ്മൾക്ക് പാലക്കാടുള്ള ആകെ ജീജുവിന്റെ വീട്ടിൽ നിന്നുള്ള കസിൻ എന്ന് പറയുന്നത് റിൻ ചേച്ചിയാണ്. ഇത് അടുത്തൊരു ജംപ് സ്യൂട്ട് ആണ്. ഇവിടെ നിറയെ ഡെങ്കറീസ്. ഹായ് ക്യാപ്പ് ഒക്കെ ആയിട്ട്. അയ്യോ ഈ ക്യാപ്പ് ക്യൂട്ട് ക്യാപ്പ് കേട്ടോ. അച്ഛന് ഇതൊക്കെ ഉണ്ട്. അതില് ഇതൊക്കെ ആയിട്ട് ഇത് ഭയങ്കര പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ട്. ഇത് ഞാൻ സുടുന്നതായിരിക്കും ഗൈസ്. എന്റെ അടുത്ത ഫോട്ടോ പോസ്റ്റിൽ ലയൺ കിങ്. The Lion King. Wow. അടിപൊളി. ലയൺ കിങ്ങിനെ തൊപ്പിയാണ്. ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. നൈസ് ഡ്രസ്. അവനെ കറക്റ്റ് ജംപ് സ്യൂട്ട്സ് ആക്ച്വലി കൂടുതൽ നല്ല Cute ആണ്. ജംപ്സിന്റെ എല്ലാവർക്കും നല്ല രസമുള്ള ഡ്രസ്സാണ്. എനിക്ക് ലയൺ കിങ്. നൈസ് നൈസ്. താങ്ക് യു ശ്രീ ചേച്ചി. ശ്രീ കുറ്റുമണി. ഇനി നമ്മള് അടുത്ത ഗിഫ്റ്റ്. പക്ഷെ ഗിഫ്റ്റ് തന്ന ആരെങ്കിലും ചെയ്യാം. എഴുതിയിട്ടില്ല, പേര് എഴുതിയിട്ടില്ല. പേരില്ലാത്തൊരു ഗിഫ്റ്റ് അല്ല, ആണ്. അവരുടെ ചിലപ്പോ കവറിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മളാ കവർ മാറ്റിക്കൊണ്ടാണ്. ഇത് സെറ്റ് ഗിഫ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. മാമത്തിന്റെ ഓ ഇതിന്റെ ഫ്യൂച്ചേഴ്സ് നോക്ക്. വാക്കിംഗ് ഫോർവേഡ്, റിയലിസ്റ്റിക് കോൾസ്, കൂൾ Oh ലൈറ്റ്സ്. my god, this is so scary. ആക്ച്വലി ഇതാരെ തന്നതെന്ന് അറിയില്ല അല്ലേ. ഹായ്, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് റിയൽ അൺബോക്സിങ്. ഇത് നടക്കും, സൗണ്ട് ഇടും, ലൈറ്റും വരും. കാണിച്ചേ വെച്ചേ. ബാറ്ററിയിലാണ്. സൗണ്ട് ഇല്ല. Oh my god. Oh god, this is really good. Like, ശരിക്കും അടിപൊളിയുണ്ടല്ലേ. ഇത് പേടിയാവുന്നുണ്ട് എനിക്ക്. ആക്ച്വലി ഇത് ലിറ്ററേച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനത്തെ കളേഴ്സ് Nice ലൈറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. വരുമ്പോൾ this is really nice. ഇത് ആരാ തന്നത് ഷൂ നമുക്ക് മിസ് രാത്രി ആയി. നീ ആരെയൊക്കെ വേണ്ടി ശരിക്കും അത് നടത്തുന്ന മാതിരി ഉണ്ടായിരുന്നില്ല. ഒരു 3D മൂവിയിൽ ഇങ്ങനെ നടന്നു. അടിപൊളി അടിപൊളി ഗിഫ്റ്റ്. ഇത് ആരാ നമുക്ക് അറിയില്ല. മിസ് ആയി ഇത് പോയിട്ടുണ്ട്. രാത്രിയുടെ മനുഷ്യന്മാരെ പഠിപ്പിക്കണം. ഇത് തന്നതില്ലേ ഐ തിങ്ക് ഇത് നിന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് രണ്ടും. Oh. ഇത് ജിൻസി ചേച്ചി. സോ ഇറ്റ്സ് ലൈക്ക് ഇത്. എനിക്ക് അപ്പൊ ഇത് മറ്റേ ചേച്ചിയാണ് ഓക്കെ, അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ആണ് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് കമന്റ്. ഇത് കിസ്നുവിന് കിട്ടിയ 4ാമത്തെയോ 5ാമത്തെയോ ടെഡി ബെയറാണ്. അതെ, അത് ഞാൻ എടുത്തത്. ബട്ട് ഇതൊരു ഡിഫറെന്റ് കളർ. നൈസ്. അത് തുറന്നു കവർ പൊട്ടിക്കല്ലേ, ചളിയാവല്ലേ. നമുക്ക് അവിടെ പിറന്നാളിനും ഇതേപോലെ ഒരു ടെഡി ബെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നിങ്ങൾ കാണണം. കാരണം എനിക്ക് മെയിൻ ആണ് കേട്ടോ. മഞ്ഞ മഞ്ഞ നല്ല രസമുണ്ടല്ലേ, നല്ല കളർ കോമ്പിനേഷൻ. വെറൈറ്റി കളർ കോമ്പിനേഷൻ. അങ്ങനെ ഇതാരാണ് തന്നത്? താങ്ക് യു ഗൈസ്. അടിപൊളി. ഇതിനടുത്തത് സോ ഇനി നമുക്ക് നമ്മളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ആണ്. സ്പെഷ്യൽ വെച്ചാൽ എല്ലാ ഗിഫ്റ്റും സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ ഇത് നമുക്ക് കുറച്ച് ക്ലോസ് ടു ദ ഹാർട്ട് ഉള്ള ഗിഫ്റ്റ്സ് ആണ്. വളരെ ക്ലോസ് ടു ദ ഹാർട്ട്. എൻ്റെ ഹാർട്ട് എന്റെ ഗിഫ്റ്റ് ഈ കുട്ടി പൊട്ടിച്ചത് കൊണ്ട് ഈ കുട്ടി ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കോ. സോ ഇത് കൃഷ്ണയുടെ ഞങ്ങളുടെ വകയാണ് പ്രൊഡക്റ്റ്. ഫേസ് പൗഡർ. സോ ഇത് കൃഷ്ണയുടെ ഞങ്ങളുടെ വകയാണ്. Who is Nanna and why she is calling Nanna? നമ്മൾ ഈ
ഫോറിൻ്റെ ഇങ്ങനെ പണിയെടുത്ത് വലിയ അവരാണ് രണ്ടാന്ന് പറയുക. സോ ഞങ്ങളുടെ വീട്ടിൽ രണ്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് കൃഷ്ണയുടെ രണ്ടയാണ്. സോ നല്ലൊരു ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇതൊന്നും അല്ല കേട്ടോ. ശരിക്കത്തെ റീസൺ എന്ന് പറയുന്നത് രേവുവിന് ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ബാങ്ക് കോച്ചിങ് പോകുന്ന സമയത്ത് നമ്മൾ റൂംമേറ്റ്സ് ആയിരുന്നു. ദിവ്യ ചേച്ചി ഞാൻ പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ദിവ്യ ചേച്ചിയുടെ സോ ഞന്നുള്ള പേര് എനിക്ക് എങ്ങനെ കിട്ടും? ആക്ച്വലി ഞാനത് കട്ടെടുത്തൊരു പേരാണ്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ദിവ്യ ചേച്ചി ഞാനും വന്നിട്ട് ഞങ്ങൾ ബാങ്ക് കോച്ചിങ്ങിൻ്റെ അവിടെ ഒന്നിച്ച് ഒരേ റൂംമേറ്റ്സ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ജോലിക്ക് കയറിയതിലെ മെയിൻ ക്രെഡിറ്റ്സ് ദിവ്യ ചേച്ചിക്കാണ്. നമ്മൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടാണ് നമ്മൾ സക്സസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ചേച്ചിയുടെ മോൻ വന്നിട്ട് ചേച്ചിയുടെ അനിയത്തിൻ്റെ പേര് ധന്യ എന്നാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് ധന്യ എന്നൊന്നും പേര് വിളിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ ധന്യനെ ഇങ്ങനെ നന്നാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നെ ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ടാവില്ല. പിന്നെ കുട്ടികൾക്ക് വിളിക്കാനും ഈസി അല്ലേ. ഞാന്ന് പറയുമ്പോൾ പെട്ടെന്ന് വായിൽ വരും. ചിലപ്പോൾ അമ്മാന്ന് വിളിക്കുന്നേക്കാൾ മുമ്പ് എന്നെ ഞാന്ന് വിളിച്ച ക്രെഡിറ്റ് അല്ലേ. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ആക്ച്വലി അങ്ങനെയാണ് ഞാന്നുള്ള പേര് കിട്ടിയത്. ആക്ച്വലി അവന് ഒരു വയസ്സായതുകൊണ്ട് ഇങ്ങനെ മുട്ട് പ്രശ്നം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന് ഏതിനുള്ളിൽ പോയിരിക്കാൻ നമുക്കറിയില്ല. നമ്മളുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് നമ്മളെക്കാളും വാലായിരിക്കുമല്ലോ. എവിടെയെങ്കിലൊക്കെ പോയി ഒളിഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാനാണ്. തമിഴ്നാടാണോ? കൃഷ്ണഗിരി പ്രൊഡക്റ്റ് ആണോ? അങ്ങനെയും പറയാം. അതിൽ ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ അത്ര ഗിഫ്റ്റിന് അത്ര മുട്ടിയില്ല. നൈസായിട്ടുണ്ട് ആക്ച്വലി. എക്സ്പീരിയൻസ്. രേവ് പണ്ടില്ലേ ഇങ്ങനെ ഓരോ അവിടെ ഒളിഞ്ഞിരിക്കേണ്ടത് അമ്മ ഇങ്ങനെ മണിക്കൂർ കണക്കിന് രേവിന്റെ സ്ഥലം തപ്പും. അപ്പൊ ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നില്ല. ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ട് രേവിനെ വാങ്ങിക്കൊടുത്ത എന്റെ വാങ്ങിക്കൊടുത്ത കാരണം അറിയോ? രേവ് ഒളിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ആരും വന്നിട്ടില്ല. കാരണം എവിടെ അപ്പൊ അവന് അവസ്ഥ വരാൻ പാടില്ലെന്നുകൊണ്ടാണ് രേവ് ഇത് വാങ്ങിക്കൊണ്ടുവന്നത്. കേസ് ആൻഡ് ദിസ് ഈസ് റിയലി നൈസ് ആക്ച്വലി. ട്രഡീഷണൽ ടച്ചില് ബ്യൂട്ടിഫുൾ. അടുത്തത് ഫ്രം വേറൊരു ഹാർട്ട്, ക്ലോസ് ടു ഹാർട്ട്. നമുക്ക് ഒരു മേമയുള്ളൂ ആക്ച്വലി. ചേച്ചിയല്ലേ അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ മഞ്ജു വാര്യരുടെ ഗിഫ്റ്റ് ആണ് അടുത്ത ഗിഫ്റ്റ്. മഞ്ജു വാര്യർ നമുക്ക് കുഞ്ഞു തപ്പേര് നമ്മുടെ സ്വന്തം മേമ. നമുക്ക് ഒരു മേമ തന്ന ഗിഫ്റ്റ് ആണ്. സോ മേമയാണ് നമുക്ക് ആദ്യം ഗിഫ്റ്റ് തന്നത്. സോ മേമയുടെ ഗിഫ്റ്റ് ഓൾവേസ് വെരി 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 ക്ലോസ് ടു ഹാർട്ട് ആൻഡ് വെരി പ്രഷ്യസ്. ബിക്കോസ് ഞങ്ങളെ ഒക്കെ നോക്കിയിരിക്കണത് ചെറുപ്പത്തില് മേമയാണ്. ഈ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും എങ്ങനെയാണോ അവന് അതുമാതിരിയാണ് മേമ. ഇത് ആക്ച്വലി പറഞ്ഞാൽ എന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കറക്റ്റ് ആണ്. അവന്റെ വിരലിൽ അത്രയും അളവെടുത്ത് ഉണ്ടാക്കിച്ച പോലെയാണ്. കറക്റ്റ് ഫിറ്റിലുള്ള ഒരു റിംഗാണ് അവന് മേമ കൊടുത്തിരിക്കുന്നത്. അവന്റെ മേമല്ല, മുത്തശ്ശി. അതെ, നമുക്കാണ് ആക്ച്വലി കുട്ടി മേമ ഈസ് മേമമുത്തി. മേമയുടെ ഗിഫ്റ്റാണ് അടുത്ത സ്പെഷ്യൽ. സോ ഇത്രയാണ് ഗൈസ് നമ്മളുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ തിങ്സ് അല്ലാണ്ട് നമുക്ക് കിട്ടിയ വേറൊരു സ്പെഷ്യൽ തിങ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നാട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങ് പോലെയുണ്ട്.
ഗിഫ്റ്റ് കൊടുക്കുക അല്ലാണ്ട് ലൈക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ക്യാഷ് ഹാമ്പേഴ്സ് പോലെ കൊടുക്കുന്നതും ഉണ്ട്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലിവ് ലോങ് ആൻഡ് ലിവ് വെൽ, വി ലവ് യു, ഹാപ്പി ഫസ്റ്റ് ബർത്ത്ഡേ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് അവന് വായിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനത്തെയും നമുക്ക് ഇവിടെ കുറെ പേര് ഇങ്ങനെയും ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ ഈ പൈസ എല്ലാം ആക്ച്വലി ഇറ്റ് ഗോസ് ടു ജഗത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. ഓൾ ദി ഗിഫ്റ്റ്സ് അങ്ങനത്തെ വരുന്ന എല്ലാ ഗിഫ്റ്റ്സും അവൻ തന്നെ തീരുമാനിക്കാം ഭാവിയിൽ എന്ത് വാങ്ങിക്കണം സോ താങ്ക് യു ഓൾ ഫോർ ഓൾ ദി ഗിഫ്റ്റ്സ്. എല്ലാം അടിപൊളി ഗിഫ്റ്റ്സ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ്. ഒരു വയസ്സ് ഒന്നാം പറഞ്ഞാൽ ഞാൻ നാളെ എല്ലാവരും വിളിക്കുന്നതായിരിക്കും. എല്ലാവരും വരുന്നത്. So that is the end of unboxing video of Jagat C. Jinesh. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ അല്ലേ, സോ ഇവരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉടൻ തന്നെ ഫോൺ എടുക്കുക, SMS ചെയ്യുക. നന്ദിനിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ SMS ചെയ്യേണ്ട ഫോർമാറ്റ് ABCD സ്പേസ് ബർത്ത്ഡേ അയക്കേണ്ട നമ്പർ 1 2 3 4 5 6. അങ്ങനെയല്ല, നമ്മള് എന്താ പറയാ, ഇനി എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സോ അങ്ങനെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. സോ അങ്ങനെ നമ്മുടെ ജഗത്തിന്റെ ഫസ്റ്റ് ബർത്ത്ഡേയും പിറന്നാളും ഒക്കെ നമ്മള് അടിച്ചു പൊളിച്ചു, അടിപൊളിയായിരുന്നു. അപ്പൊ മിക്കവാറും ഈ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ വ്ളോഗിന് മുൻപ് ഈ വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അതെ, കാരണം അത് വീഡിയോഗ്രാഫർ അതെ, അപ്പൊ അത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇതായിരിക്കും മിക്കവാറും നമ്മൾ ഫസ്റ്റ് ഇടുന്നത്. സോ ഇത് കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മൾ ബർത്ത്ഡേ പാർട്ടി വീഡിയോ. സോ അതുവരെ എല്ലാവരും spread love. Thank you. All love from Safe Family. ഇത് ഞാൻ എടുക്കുന്നു. എനിക്ക് 2-3 സാധനം സ്വർണ്ണമോതിരം പതുക്കടി